ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. സത്യവിശ്വാസം കൈകൊള്ളുകയും വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ആര് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ, അവരുടെ ഒരു പ്രതിഫലവും നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹു ഇവിടെ നൽകുന്ന മനസ്സമാധാനമാണെന്നും നമ്മുടെ ഇബാദത്തുകളിൽ ലഭിക്കുന്ന ആനന്ദമാണെന്നും അള്ളാഹുവിനോടുള്ള അടുപ്പമാണെന്നും ആണ് നമ്മൾ ഇതിന് മുമ്പ് ചർച്ച നടത്തിയത്. അള്ളാഹു അങ്ങനെ ഇബാദത്തിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിൽ അങ്ങനെയാണ്, പരലോകത്ത് അള്ളാഹു നൽകുന്ന സ്വർഗവുമാണ്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഒരു അമൽ നന്നാക്കിയ ഒരുത്തർ, അതാണ് ആ വാക്കിന്റെ അർത്ഥം. അവരുടെ ഒരു പ്രതിഫലവും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. ഏതൊരു പ്രവർത്തനവും നന്നാവുന്നത് നമ്മുടെ നിയ്യത്ത് നന്നാകുമ്പോഴാണ്, നമ്മൾ എന്തിനത് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ്. വളരെ സിമ്പിളാണ് ഇസ്ലാമിന്റെ വിഷയം. ഒരു കർമ്മം നന്നാവാനും മോശമാവാനും ഹൃദയത്തിലെ നിയ്യത്തിനനുസരിച്ചാണ്, ഖൽബിൽ നമ്മുടെ ഇന്റൻഷൻ എന്തോ അതിനനുസരിച്ചാണ് ആ അമലങ്ങ് പൂർത്തിയാവുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂലുള്ള വിഷയമല്ലേ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അങ്ങനെയാണ്. ഒരു ചെറിയ പക്ഷിക്കിരിക്കാൻ പറ്റുന്ന അത്രയെങ്കിലും വലുപ്പമുള്ള ഒരു പള്ളി ഉണ്ടാക്കിയാൽ, പക്ഷിക്കിരിക്കുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യനിരിക്കാൻ പറ്റുമോ? അത്രയും ചെറുത്. എന്നാൽ തന്നെയും അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും. അവർക്കതല്ലേ കഴിഞ്ഞുള്ളൂ. അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ കഴിവനുസരിച്ചാണ്, മനുഷ്യൻ ചെയ്തത് അവന്റെ കഴിവനുസരിച്ചാണ്. അതുകൊണ്ട് അള്ളാഹു ചാല എന്നാ നിനക്ക് പക്ഷിക്കിരിക്കാൻ പറ്റുന്ന വീട് ഞാൻ തരാം, അങ്ങനെയല്ല, സ്വർഗത്തിലെ കൊട്ടാരം ഞാൻ നിനക്ക് തരുന്നതാണ്. അപ്പോൾ വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുന്നത് ഉദാഹരണം മാത്രം പറയാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നതാണ് വിഷയം. എന്തിന് ചെയ്യുന്നു? നിങ്ങൾ ചെയ്തു, നിങ്ങളൊരു അറബിയോട് പറഞ്ഞു, ഒരു മുതലാളിയോട് പറഞ്ഞു, നിങ്ങളുടെ നിയ്യത്ത് എന്തായിരുന്നു? അത് ഞാനാണ് തരപ്പെടുത്തി കൊടുത്തത് എന്ന ഉദ്ഘാടനത്തെങ്കിലും ഒരു വായിക്കണം, ഇതാണ് നിയ്യത്ത്. പോയി നിങ്ങൾ അതിനു വേണ്ടി ചെയ്ത ടെലിഫോൺ കോളുകളും പിന്നാലെ നടന്നതൊക്കെ പോയി. ഏതൊരു കർമ്മവും നന്നാവുന്നത് നമ്മൾ നിയ്യത്ത് കൊണ്ടാണ്. അത് അള്ളാഹു ചെയ്ത വലിയ സൗഭാഗ്യമല്ലേ. അതിൽ നിങ്ങൾ കുറെ ചെയ്താലേ കൂലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറെ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? നിയ്യത്ത്. അള്ളാഹുവേ, ഇന്നാലിന്ന ഒരു മുതലാളിയായ ആൾ, മുസ്ലിമായ മുഅ്മിനായ ഒരാൾ, പടച്ച റബ്ബേ, അയാൾ ഇത്രയേ വാരിക്കോരി കൊടുക്കുന്ന കണ്ടില്ലേ, എനിക്ക് അത്രയൊന്നും കൊടുക്കാൻ പറ്റണില്ലല്ലോ, എന്റെ കയ്യിൽ നീ തരുകയായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഫഹുമാ ഫിൽ അജ്രി സവാ. രണ്ടുപേരും പ്രതിഫലത്തിൽ ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിൽ ഒരു നിയ്യത്തെ വന്നിട്ടുള്ളൂ. നമുക്കറിയാം നിയ്യത്ത് എന്തായിരുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ ആ കർമ്മം അല്ലാഹു തആല സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉലൈക ലഹും ജന്നാതു അദ്നിൻ തജ്രി. أولئك لهم جنات عدن تجري من تحتهم الأنهار. സൽക്കർമ്മം ചെയ്ത വിശ്വാസികൾക്ക് ലഹും ജന്നാതു അദ്ൻ, അല്ലാഹു തആല എന്നെന്നും നിലനിൽക്കുന്ന മനോഹരങ്ങളായ ജന്നത്തുകൾ, സ്വർഗ്ഗലോകം അവർക്ക് നൽകുന്നു. ജന്നാതു അദ്ൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. അവരുടെ താഴ്ഭാഗത്ത് നിന്നും ഒഴുകുന്ന നദികൾ അതിലുണ്ട്. യുഹല്ലഊന ഫീഹാ, അവരവിടെ ആഭരണം അണിയിക്കപ്പെടുന്നവരാണ്. മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ, കൈകളിൽ അണിയുന്ന ആഭരണങ്ങൾ അവർക്കുണ്ടാകും അവിടെ. വയൽബസൂന സിയാബൻ ഖുദ്റാ, പച്ച നിറമുള്ള വസ്ത്രം അവർ
അവർക്ക് അവിടെ അണിയിക്കപ്പെടുന്നു. മിൻ സുന്ദുസിൻ നേർത്ത പട്ടിന്റേത്, വൈസ്തബ്റഖിൻ കട്ടിയുള്ള പട്ടിന്റെയും പച്ച നിറമുള്ള മനോഹരമായ വസ്ത്രം അവിടെ അണിയിക്കപ്പെടുന്നവർക്ക്. വയൽബസൂന അവർ ധരിക്കുന്നു പച്ച നിറത്തിലുള്ള വസ്ത്രം. മുത്തഖീന ഫീഹാ അലൽ അറായിക് അവരവിടെ കട്ടിലുകളിൽ ചാരി കിടക്കുന്ന കട്ടിലുകളിൽ അവരിങ്ങനെ വിശ്രമിച്ച് കിടക്കുന്നവരാണ്. നിഅമത് സവാബ് എത്ര നല്ല പ്രതിഫലമാണിത്. വഹസുനത് മുർതഫഖാ വിശ്രമിക്കാൻ അല്ലാഹു ഒരുക്കി വെച്ചത് എത്ര നല്ല സ്ഥലമാണ്. നരകമാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. വസാഅത് മുർതഫഖാ കുടിക്കാനുള്ള വെള്ളം ചോദിക്കുമ്പോൾ നരകവാസികൾക്ക് ചൂടുള്ള ഹമീം കൊടുക്കുന്ന വായിലേക്ക് കുടിക്കാൻ കൊണ്ടുപോകുമ്പോഴേക്ക് മുഖം കരിഞ്ഞു പോകും ചൂടുകൊണ്ട്. അങ്ങനത്തെ അവിടെ കൊടുക്കുന്നത് ഇവിടെ നൽകുന്നതിന്റെ വ്യത്യാസങ്ങൾ കണ്ടോ? നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും അള്ളാഹു നൽകുന്നത് അള്ളാഹുവിന്റെ അദലാണ്. സ്വർഗത്തിന്റെ വിവരണം വിശുദ്ധ ഖുർആൻ നൽകുന്നത് നമ്മളങ്ങ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഭൂമിയിലേതുപോലെയല്ല സ്വർഗത്തിലേത് എന്ന ചെറിയ സൂചനകൾ ഓരോരോ വിവരണത്തിലും കാണാൻ കഴിയും. ഭൂമി ലോകത്തിലെ വെള്ളം കേടുവന്നു പോകുന്ന, കുറെ നേരം കെട്ടിനിന്നാൽ കേടുവരുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാകുന്നത്, യോഗ്യമല്ലാത്തതാവും. സ്വർഗത്തിലേത് അങ്ങനെയല്ല. മാഇൻ ഗൈരി ആസിൻ. ഭൂമിയിൽ മദ്യം കുടിക്കുന്നവരുണ്ട്. ഒന്നുകിൽ അതിന്റെ ഗന്ധം അല്ലെങ്കിൽ അതിന്റെ രുചി മനുഷ്യൻ ഇഷ്ടപ്പെടുന്നവയല്ല, എന്നാലും കണ്ണു ചിമ്മിയ മനുഷ്യൻ കുടിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു ലദ്ദത്തിൻ ലിശാരിബീൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ. സ്വർഗത്തിലേത് അവിടെയും മദ്യമുണ്ട്, ഖംറുണ്ട്. പക്ഷേ അത് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതല്ല, രുചിയുള്ളതാണ്, ദുർഗന്ധമുള്ളതല്ല, ഉപദ്രവകാരിയുമല്ല. സ്വർഗത്തിലേത് വ്യത്യസ്തമാണ്. സ്വർഗത്തിൽ ലഹും ജന്നാതു അദ്നിൻ. നമുക്കിവിടെ തോട്ടങ്ങളുണ്ട്. ജന്ന എന്ന വാക്കിന്റെ അർത്ഥം തോട്ടം എന്നാണ്. ഇപ്പോ വെസ്റ്റേൺസിനൊക്കെ ഫാം ഹൗസുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഫാം ഹൗസുകൾ, തോട്ടത്തിൽ വിശ്രമിക്കാനുള്ള സ്ഥലം. ഇവിടെയും കാണും അല്ലേ, മുതലാളിമാരായ ആളുകൾ ഫാം ഹൗസുകൾ കാണും. ജന്നാതു അദ്നിൻ. ദുനിയാവിൽ ഇങ്ങനെ ജന്നത്ത് എന്ന കൺസെപ്റ്റ് മനുഷ്യൻ അറിയാം. ഒരു തോട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ താമസിക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. പക്ഷേ ഇവിടുത്തെ ഗാർഡൻ ഒന്നുകിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചു പോവേണ്ടി വരും, അല്ലെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കും. രണ്ടാലൊന്നും ഉറപ്പാണ്. കാലാകാലം നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നുകിൽ നിങ്ങൾ മരിച്ചു, അല്ലെങ്കിൽ ആ തോട്ടം ഉണങ്ങിപ്പോകുന്നു, ഒരു എർത്ത് സംഭവിച്ചു, ഒരു അപകടം സംഭവിച്ചു, അതിന്റെ സർവ്വ പ്രൗഢിയും സർവ്വ ഭംഗിയും ഇല്ലാതെയാവുന്നു. സ്വർഗത്തിലേത് ജന്നാതു അദ്നിൻ, ഒരിക്കലും നശിച്ചു പോവാത്ത, എന്നും നിലനിൽക്കുന്ന മനോഹാരിത, എന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വർഗത്തിലെ തോട്ടങ്ങൾ. സ്വർഗം അങ്ങനെയാണെന്ന് ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. അവർക്ക് താഴെ നിന്നും ഒഴുകുന്നത്. ചില സ്ഥലത്ത് ഖുർആൻ പറയും തജ്രി തഹ്തഹുമുൽ അൻഹാർ. താഴ്വാരത്തൂടെ ഒഴുകുന്ന നദികൾ. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. താഴ്ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്നത്. രണ്ട് പ്രയോഗം കാണാൻ കഴിയും. രണ്ടും അർത്ഥവ്യത്യാസമാണ്. ഒന്ന് തഹ്തഹും, അവർക്ക് താഴെ അരുവികളുണ്ട് എന്ന് പറയുമ്പോ അവർക്ക് അള്ളാഹു നൽകിയ സ്ഥലത്ത് നിന്ന് ഉണ്ടായ പുഴകളോ സ്ട്രീമുകളോ അല്ല, അത് വേറെ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ നാടിലൂടെ കടന്നു പോകുന്നത്. തഹ്തഹുമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തുകൂടെ പുഴ കടന്നു പോകുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരാൾ ബ്ലോക്ക് ചെയ്താൽ ഇവർക്ക് കിട്ടുമോ? ഇല്ല. അങ്ങനത്തെ തോട്ടങ്ങൾ നൽകപ്പെടുന്നവരുണ്ട്. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അത് അവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ അണപൊട്ടുന്നതാണ്. അവർക്ക് താഴെ നിന്നും അണപൊട്ടി ഒഴുകുന്നതാണ്. ആർക്കും അത് ഇടപെടാൻ കഴിയില്ല. അതിന്റെ സ്പ്രിംഗ് ഒരിക്കലും ഇല്ലാതെയാവാത്തതാണ്. അതിന്റെ ആ വെള്ളം പൊങ്ങി വരുന്ന അതിന്റെ എന്താണ് പറയാ, ഉറവിടസ്ഥാനം, അതിന്റെ ഉറവ വറ്റാത്തതാണ്. നിങ്ങളുടെ അധികാരത്തിലാണത്. അങ്ങനത്തെ സ്ഥലമുണ്ട്. അങ്ങനത്തെ സ്വർഗലോകം നൽകപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ അങ്ങനെയാണ് തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ.
യുഹല്ലൗന ഫീഹാ, സ്വർഗ്ഗത്തിൽ അവർ അണിയിക്കപ്പെടുന്നവരാണ്. അസാവിറ മിൻ ദഹബിൻ. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് പുരുഷന്മാരൊക്കെ ചില കൾച്ചറുകളിൽ അല്ലെങ്കിൽ ഇനി വല്ല ഫിലിം സ്റ്റാറുകളെ ഇമിറ്റേറ്റ് ചെയ്യാന്നറിയില്ല, പുരുഷന്മാരും ചില സ്റ്റീലിന്റെ വളകൾ, കഴുത്തിൽ ചില മാലകൾ, ചില കെട്ടുകൾ, അങ്ങനെ ആഭരണത്തോടുള്ള ഒരുതരം ലൈക്കിംഗ് മനുഷ്യന്റെ പ്രകൃതത്തിൽ ഉണ്ടെന്നാണ്. സ്വർഗത്തിലേക്ക് എത്തുന്ന സമയം പുരുഷന്മാരും ആഭരണമണിയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങളെക്കാൾ പുരുഷന്മാരുടെ ആഭരണത്തിന് അവിടെ ഭംഗി കൂടുതലുണ്ട് എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിൻ മാ ബലഗ മാഉ വുദൂഇഹി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വുദൂ ചെയ്യുമ്പോൾ കൈ കഴുകുന്ന സമയത്ത് ഇങ്ങോട്ട് മേലോട്ട്, ആമിലേക്ക് ഇങ്ങോട്ട് മേലോട്ട് കയറ്റി കഴുകിയപ്പോ കൂടെയുള്ള സ്വഹാബികൾ ചോദിച്ചു, അബൂ ഹുറൈറ തങ്ങളെ, എന്തിനാ നിങ്ങൾ അങ്ങനെ ഒന്നാകെ കുറച്ച് കൂടുതൽ കഴുകുന്നത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സമിഅതു ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മെഹബൂബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വുദൂഇന്റെ വെള്ളം എവിടേക്കൊക്കെ എത്തുമോ അത്രയും സ്വർഗ്ഗലോകത്ത് അവർ ആഭരണമണിയുന്നവരാണ് എന്ന്. അതുകൊണ്ട് എനിക്കത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ആഗ്രഹങ്ങളും അവിടെ നടക്കുന്ന അനുഭവങ്ങളും എല്ലാം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേതുമുള്ള വ്യത്യാസം ഇല്ലൽ അസാമി, പേരിലല്ലാതെ ഒന്നിലും സാമ്യതയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സ്വർണ്ണുണ്ട്, ദുനിയാവിൽ ഇവിടുത്തെ 22 കാരറ്റ് 24 20 അതൊന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്തതാണ്. അവിടെ പഴങ്ങളുണ്ട്, അവിടുത്തെ പഴമൊന്ന് വേറെയാണ്, ഇവിടത്തേതൊന്ന് വേറെയാണ്. ഏതോരുത്തം പറഞ്ഞില്ലേ, നാട്ടിലെ ഭക്ഷണമല്ല ഗൾഫിലെ ഭക്ഷണം, ഇവിടെ ഭയങ്കര ഉഷാറാണ്, നല്ലൊരു മന്തിയൊക്കെ തന്നെ ഇങ്ങോട്ട് പോരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആരോ പറഞ്ഞല്ലോ അല്ലേ, നാട്ടിൽ ഗൾഫുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ പറയും, നാട്ടിലേതല്ല ഇവിടത്തേത്, ഇവിടത്തേതല്ല നാട്ടില്, ഒക്കെ ശരിയാണ്. സ്വർഗവും ഈ പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം അതിലപ്പുറമാണ്. ഇല്ലൽ അസാമി, പേരുകളെ ഉള്ളൂ. അവിടെയും പറയും പുഴകൾ. എന്ത് പുഴ? നമ്മളിവിടെ കാണുന്ന പുഴയാണോ? അല്ല. എന്ത് തോട്ടം നമ്മളിവിടെ പറയുന്നതാണോ? അല്ല. അവിടുത്തെ ആഭരണങ്ങളുടെ ഭംഗി ഏതാണ്? അവിടുത്തെ വൃക്ഷം എങ്ങനെയാണ്? പേരിൽ അള്ളാഹു നമുക്ക് ചിലത് അറിയിച്ചു. കാരണം അപ്പോഴേ അതിന്റെ മദ്ലൂല് നമ്മൾക്ക് അറിയുകയുള്ളൂ എന്ന് പറയും. ഒരു സംഗതി ഉണ്ടെന്ന് പറയുമ്പോൾ അറിയണ്ടേ? ഒരാൾക്ക് ഇന്നത് തരാമെന്ന് ഒരാൾ ഓഫർ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അറിയണം എന്താണ് വാപ്പ തരാൻ പോകുന്നത് എന്ന്. എന്താണ് വാപ്പ തനിക്ക് പ്രസന്റ് ചെയ്യാം? ആ കുഞ്ഞിനൊരു ഐഡിയ വേണം. അപ്പോഴേ ആ കുഞ്ഞതിന് വേണ്ടി പ്രവർത്തിക്കുള്ളൂ. അപ്പോ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഭൂമിയിൽ ചിലതൊക്കെ നമുക്ക് പേരുകൊണ്ട് അറിയിച്ചു തന്നു. എന്നാൽ സ്വർഗ്ഗലോകത്തുണ്ട് എന്ന് പറഞ്ഞത് ഇതുപോലെ ഒരിക്കലുമല്ല. അവിടെ ആഭരണങ്ങളുണ്ട്. യുഹല്ലൗന, അവർ അണിയിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ ആഡംബരത്തിന്റെ ഭാഗമാണ്. താഴെ പറയുന്നു യൽബസൂന സിയാബ, അവർ വസ്ത്രം ധരിക്കുന്നവരാണ്. വസ്ത്രം അവരായിട്ട് ധരിക്കുകയാണ്, ആഭരണം അണിയിക്കപ്പെടുകയാണ്. വസ്ത്രം അനിവാര്യമാണ് മനുഷ്യന്റെ ശരീരം മറക്കാൻ, നാണം മറക്കാൻ. വസ്ത്രം അവർ തന്നെ ധരിക്കുന്നവരാണ്. അതിന്റെ മീതെ അവർക്ക് ആർഭാടം ചാർത്താൻ വേണ്ടി മാലാഖമാരാൽ അവർ അണിയിക്കപ്പെടുന്നവരാണ്. ആഭരണങ്ങൾ എന്നറിയിക്കാനാണ് യുഹല്ലൗന എന്ന് പറഞ്ഞത്. അവർക്ക് ആഭരണമായി ചാർത്തപ്പെടും. അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ. വയൽബസൂന സിയാബ, അവർ വസ്ത്രം ധരിക്കുന്നവരാണ്. ഖുദറൻ, പച്ച നിറമുള്ള വസ്ത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബി സിയാബിക്കുമുൽ ബയാദ്, അല്ലേ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് വെളുത്ത വസ്ത്രമാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങൾ പച്ച നിറമുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, തങ്ങൾ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. തങ്ങൾ മക്ക ഫതഹ് നടക്കുമ്പോൾ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ, ഹിജ്റയുടെ 8-ാം വർഷം മക്ക ഫതഹ് നടന്നപ്പോൾ നബിതങ്ങൾ ഹറമിലേക്ക് കടക്കുന്നു. അലൈഹി അമാമത്തുൻ സൗദാ, നബിതങ്ങളുടെ തലയിൽ കറുപ്പ് നിറമുള്ള തലപ്പാവുണ്ടായിരുന്നു. വ്യത്യസ്ത നിറങ്ങൾ നബിതങ്ങൾ ധരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നും എന്തില്ല, പ്രയാസങ്ങളില്ല. ഒരു മനുഷ്യന് ഏതാണോ സൗകര്യമായത് ധരിക്കാമെന്നാണ് ശറഅ് പറയാ. പക്ഷേ കുങ്കുമ നിറമുള്ള വസ്ത്രം നമ്മളോട് ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുങ്കുമ നിറമുള്ളത്, കാവി നമ്മൾ പറയില്ലേ, ചില ബാച്ചലർ റൂമിലൊക്കെ കൂളായിട്ട് ചെറുക്കന്മാര്, നമ്മുടെ മുസ്ലിമീങ്ങളായ കുട്ടികളൊക്കെ തന്നെ കാവി മുണ്ട് തുണിയെടുത്തിട്ട് നടക്കുന്നത് കാണാം.
നമുക്കത് പാടില്ലാത്തതാണ്. ഫഇന്നഹാ ലിബാസുൽ കുഫാർ, അത് കാഫിരീങ്ങളുടെ വസ്ത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത നിറമുള്ള വസ്ത്രങ്ങൾ ഒരു മനുഷ്യനാവാം, അതിലൊന്നും ഒരു ഒബ്ജക്ഷൻ ശറഅ് പറയില്ല. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതും കഫൻ ചെയ്യാൻ ഏറ്റവും നല്ലതും വെളുത്ത വസ്ത്രമാണ് എന്ന് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും വെളുപ്പ് നിറമായിരുന്നു എന്നും ഹദീസിൽ കാണാൻ കഴിയും. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ തങ്ങൾ ധരിച്ചിട്ടുണ്ട്, അതിൽ വിരോധമില്ല. പക്ഷേ പച്ച നിറം എന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും ആനന്ദം നൽകുന്നതാണെന്നാണ്, കണ്ണിന് ഏറ്റവും റാഹത്ത് നൽകുന്ന. ഈ പ്രപഞ്ചത്തെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. നമ്മുടെ ചെടികളും വൃക്ഷങ്ങളും സസ്യലതാദികൾക്കും പച്ച നിറം അള്ളാഹു നൽകുന്നത് മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദവും ആശ്വാസവും ലഭിക്കാൻ കാരണമാണ്. ഒഴുകുന്ന വെള്ളം, അതുപോലെ പച്ച നിറമുള്ള പരവതാനികൾ, അത് പച്ച നിറമുള്ള കാടുകൾ, അതൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം വരുന്നതാണ്. അത് അള്ളാഹു ഈ ഭൂമിയിൽ ചെയ്ത വലിയൊരു സൗഭാഗ്യമാണ്. ഒരു മരുഭൂമിയിലേക്ക് നോക്കുന്ന പോലെയല്ല. നമ്മൾ നാട്ടിൽ പോയി നാട്ടിലൂടെ ഒക്കെ നടക്കുമ്പോൾ എന്തോ രസം തോന്നും. നാട്ടുകാർ പറയും, ഈ കാട് മൂടി കിടന്നിട്ട് മനുഷ്യന്മാർ ഇതൊന്ന് വെട്ടിക്കളയാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ പറയും, യാ അള്ളാഹ്, എന്തൊരു ഭംഗിയാണ് അള്ളാഹുവിന്റെ ഭൂമിക്ക്, നമുക്കത് കാണാൻ ആഗ്രഹമാണ്. ഭൂമിയെ അള്ളാഹു ചാല പച്ച പുതപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ സന്തോഷം നൽകുന്നൊരു നിറമായത് കൊണ്ടെന്നാണ്. അപ്പൊ ഉലമാ പറയാണ്, മനുഷ്യന് കണ്ടാൽ ആശ്വാസം തോന്നുന്നത് പച്ച നിറത്തിലുണ്ട്. വസ്ത്രത്തിൽ ഏറ്റവും മേന്മയേറിയ വസ്ത്രം പട്ടുവസ്ത്രമാണ്. അതുകൊണ്ട് മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖിൻ, സുന്ദുസും ഇസ്തബ്റഖും രണ്ടും പട്ടാണ്. സുന്ദുസ് എന്ന് പറയുന്നത് അൽ ഹരീറുൻ നാഇം, വളരെ മിനുത്ത നേർമ്മയുള്ള പട്ടിനാണ് സുന്ദുസ് എന്ന് പറയുന്നത്. ഇസ്തബ്റഖ് എന്ന് പറയുന്നത് ഇച്ചിരി കസീഫായ തിക്നെസ് ഉള്ള കുറച്ച് കട്ടികൂടിയ തരം മുന്തിയ പട്ടിനാണ് ഇസ്തബ്റഖ് എന്ന് പറയാം. അപ്പോൾ മേന്മയുള്ള വസ്ത്രമായി, കാണാൻ ഭംഗിയുള്ള നിറമായി, ഇങ്ങനെ അവർക്ക് അവിടെ വസ്ത്രം അണിയിക്കപ്പെടും. നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളിപ്പോൾ എല്ലാവരും പച്ചക്കുപ്പായിട്ട അപ്പൊ എന്തായിരിക്കും എന്റെ കോലം? ഈ പച്ച നിറമോ ഇവിടത്തെ നമ്മുടെ പെർസ്പെക്റ്റീവോ അല്ല സ്വർഗത്തിലേത് എന്ന് കൂട്ടി വായിക്കണം. ഇവിടത്തെ നമ്മുടെ കാഴ്ചപ്പാടുകളായിരിക്കില്ല, അല്ല, തീർച്ചയായും. മാല ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതും, വല ഉദുനുൻ സമിഅത് വല ഖതറ അലാ ഖൽബി ബശർ, ഒരാളുടെയും മനസ്സിൽ ആഗ്രഹം ഒരിക്കലും തോന്നാത്ത, ഒരു തരത്തിലും ഊഹിക്കാൻ പറ്റാത്തതുമാണ് സ്വർഗ്ഗലോകത്തിന്റെ വിഭവങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. മുത്തഖീന ഫീഹാ അലൽ അറായിക്, അവരവരുടെ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരാണ്. 70 ഖരീഫൻ, ചില ഹദീസിലൊക്കെ കാണാം 70 വർഷത്തോളം അവര് ആ വിശ്രമത്തിൽ തന്നെയാണ്. ഒന്ന് അനങ്ങാനോ അങ്ങ് നീങ്ങിപ്പോവാനോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാനോ ആഗ്രഹമില്ലാത്ത വിധം സ്വന്തം കുടുംബത്തിന്റെ കൂടെ, സഹധർമ്മിണിമാരുടെ കൂടെ, മക്കളുടെ കൂടെ, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വർഷങ്ങളോളം അവര് വിശ്രമിക്കുകയാണ്. എന്തേന്നറിയോ? ഇവിടെ ഒരുപാട് അധ്വാനിച്ചില്ലേ? കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിൽ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചില്ലേ, കുറെ ക്ഷീണായില്ലേ, കുറെ തളർന്നില്ലേ, ഇവിടെ വിശ്രമിച്ചോളൂ എന്ന് പറയുമെന്നാണ്. അതുകൊണ്ട് അവിടെ വിശ്രമത്തിലാണ്. നിഅമത് സവാബ്, എത്ര വലിയ പ്രതിഫലമാണിത്. വഹസുനത് മുർതഫഖ, ചെല്ലാനും ചെന്നിരിക്കാനും വിശ്രമിക്കാനും ആശ്വസിക്കാനും എത്ര നല്ല സ്ഥലമാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ വിവരണത്തിന് ഒരു അടിക്കുറിപ്പ് കൊടുക്കുന്ന പോലെ അല്ലാഹു നമുക്ക് ആ സ്വർഗ്ഗലോകത്ത് എത്താനുള്ള ഭാഗ്യം നൽകട്ടെ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ വിവിധ ആയത്തുകളിൽ അല്ലാഹു തആല വിവിധ സൂറകളിൽ വ്യത്യസ്തമായ രീതികളിൽ വിവരണങ്ങൾ വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ സ്വർഗത്തിലെ പഴങ്ങളെ സംബന്ധിച്ച് മാത്രം വരും, അവിടുത്തെ ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് മാത്രം വരും, അവിടുത്തെ ഹൂറുൽ ഐനുകളായ അപ്സരസുകളായ സ്വർഗത്തിലെ സഹധർമ്മിണിമാരെ കുറിച്ച് വിവരങ്ങൾ കാണും, സ്വർഗത്തിലെ പാനീയങ്ങളെ കുറിച്ച് സ്ഥലങ്ങളിൽ കാണും, അവിടുത്തെ വീടിന്റെ വലിപ്പവും ഭംഗിയും പറഞ്ഞുകൊണ്ടുള്ള വിവരണങ്ങളുണ്ട്. കാരണം അധ്വാനിച്ചവർക്ക് പ്രതിഫലം വേണം. സ്വർഗ്ഗലോകത്ത് അല്ലാഹു നൽകുകയാണ്. ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ, സ്വർഗ്ഗത്തിലുണ്ട് മാ തശ്തഹീഹിൽ അൻഫുസു, ശരീരങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടെയുണ്ട്. വതലദ്ദുൽ അയുനു, കണ്ണുകൾക്ക് ആനന്ദമുള്ളതെല്ലാം സ്വർഗ്ഗലോകത്തിലുണ്ട്. അതിലെല്ലാം പെട്ടുന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർക്ക് ഹൂറുലിങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളാരുണ്ട് അവിടെ. അതൊക്കെ ഈ ആയത്തിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഒരു പുതിയാപ്പിളാർ അവിടെ ഉണ്ടോ? നിങ്ങൾ ബേജാറാണ്ട.
ആരോ പറഞ്ഞു ദുന്യാവിലെ പുതിയാപ്പിളിനെ എനിക്ക് അവിടെ വേണ്ട, അല്ലെങ്കിൽ ദുന്യാവിലെ പെണ്ണിനെ എനിക്ക് അവിടെ വേണ്ട. പക്ഷെ അതിൽ കാര്യമില്ല എന്നാ. കാരണം അലാ ഖുലുഖി റജുലിൻ വാഹിദ്, ആ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സ്വഭാവം ഇഷ്ടമാവാത്തത് കൊണ്ടാണോ? അതിൽ ടെൻഷൻ അടിക്കണ്ട. സ്വർഗത്തിലെ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം ഒരുപോലെയായിരിക്കുമെന്നാണ്. അലാ ഖുലുഖി റജുലിൻ വാഹിദ്, എല്ലാവരും ഒരുപോലെ, പിന്നെ വ്യത്യാസമൊന്നുമില്ലല്ലോ. പിന്നെ ഭയങ്കര ഗ്ലാമറസ് ആയിരിക്കുന്ന صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.